ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഓണത്തിന് സാരി ഒന്നും ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ അഫോർഡബിൾ റേറ്റിൽ ഫെസ്റ്റീവ് വെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മീഷോന്ന് വാങ്ങിച്ച കുർത്തകളാണ്. 150 രൂപയ്ക്കും 350 രൂപയ്ക്കും ഇടയിലുള്ള കുർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ട് തീരെ അബദ്ധമാണ്. പക്ഷേ ഈ കുർത്തകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഓണക്കോടിയായിട്ട് വാങ്ങിക്കാൻ യൂസ്ഫുൾ ആയെങ്കിലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് വയ്യാഞ്ഞിട്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വായിക്കേണ്ട, വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ 10ഓളം കുർത്തകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുർത്തിയാണ്. മെഹന്തി ഗ്രീനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഗോൾഡൻ പ്രിന്റുകളും സീക്വൻസ് വർക്കുകളും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകളും ഒക്കെ ആയിട്ട് ഒരു കുർത്തിയാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് യോക്കിൽ കാണുന്ന ഈ ഒരു വർക്ക് തന്നെയാണ്. സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് യോക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെ കയറിയിട്ടാണ് ഉണ്ടാവുക. സ്ലീവ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ ഒരുപാട് ലെങ്ത്തുള്ള 3/4 സ്ലീവ്സ് ഒന്നുമില്ല, ഒരു ഷോർട്ട് സ്ലീവാണ്. അതായത് നമ്മുടെ കൈമുട്ടിന് ശേഷം വരും. കുർത്തയുടെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ മുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് റയോണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്ത സൈസ് XL ആണ്. ഇത് ഡബിൾ XL വരെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 226. അപ്പം നിങ്ങൾ ചോദിക്കും ക്വാളിറ്റി എങ്ങനെയാണെന്നല്ലേ. ക്വാളിറ്റി 226 നിങ്ങൾ എത്ര ക്വാളിറ്റി പ്രതീക്ഷിക്കും? ആ ക്വാളിറ്റിയാണ് ഈ ഒരു കുർത്തക്കുള്ളത്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതിൻ്റെ ഒരു ഷേപ്പ് അതർവൈസ് ഇത് കൊള്ളാം. ഞാനൊരു സൈസ് കൂട്ടിയാണ് എടുത്തത്. പക്ഷെ എന്നിട്ടും ഇതിൻ്റെ ഒരു എനിക്ക് ഹിപ്പിൽ വരുന്ന ഷേപ്പ് എന്തോ ഇഷ്ടമായില്ല. പക്ഷേ ഈ ഒരു കുർത്ത മൊത്തത്തിൽ കാണുവാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തയിലെ എനിക്ക് ഇന്നത്തെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തയാണ്. ഓറഞ്ച് കളറിൽ വരുന്ന ഒരു കുർത്തയാണിത്. ഇതിലും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് യോക്കിൽ കാണുന്ന ഈ ഒരു വർക്കാണ്. ഇതിലും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ല ഈ ഒരു കളറ്. പിന്നെ പ്രിന്റുകളുമാണ് വരുന്നത്. 3/4 സ്ലീവ്സിൽ വരുന്ന കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്തിയാണ്. സൈഡ് സെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്. ഇനി ഇതിൻ്റെ റേറ്റ് 264 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി. ഇതൊരു 400 റുപ്പീസിന് ഒരു കുർത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു കുർത്തയ്ക്ക് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കുർത്തകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുർത്തയാണ്. ഇട്ടിട്ടും നല്ല കംഫർട്ടബിൾ ആണ്. ഞാനൊരു സൈസ് അപ്പായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലർ ഫിറ്റിൽ നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു കുർത്തിയാണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്പെറൻസി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് സീ ത്രൂ ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നല്ലൊരു കുർത്തിയാണ് കേട്ടോ. റൗണ്ട് നെക്കിലൊക്കെ വരുന്ന നല്ലൊരു കുർത്തിയാണ്. ആൻഡ് ഇത് XXL വരെ അവൈലബിൾ ആണ്. ഇനി കാണിക്കാൻ പോകുന്നതും നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. പിങ്ക് കളറിൽ വരുന്ന ഒരു കുർത്തിയാണിത്. ഇതിലും യോക്കിൽ തന്നെയാണ് മെയിനായിട്ട് വർക്കൊക്കെ വരുന്നത്. എംബ്രോയിഡറി വർക്കും മിറർ വർക്കൊക്കെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ഗോട്ട ഡീറ്റെയിലിംഗ് പോലെയുള്ള വർക്കാണ് വരുന്നത്. ഈ ഒരു പ്രിന്റ് എനിക്ക് തോന്നുന്നു ലെഹറിയ പ്രിന്റിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിൻ്റെ ഫാബ്രിക് നോക്കുകയാണെങ്കിൽ റയോൺ ആണ്. ഞാൻ എടുത്ത സൈസ് XL ആണ്. 4XL വരെ ഈ ഒരു കുർത്ത അവൈലബിൾ ആണ്. 3/4 സ്ലീവ്സിലാണ് വരുന്നത്. റെഗുലർ ഫിറ്റിലാണ് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് ഗോട്ട ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. XL എടുത്തുകൊണ്ട് തന്നെ എനിക്കിത് റെഗുലർ ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നല്ല കംഫർട്ടബിൾ ആണല്ലോ ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 337 രൂപയാണ്. അപ്പോൾ 337 ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു 400-450 എത്ര ക്വാളിറ്റി ഉണ്ടാവും. ആ ഒരു ക്വാളിറ്റി ഈ ഒരു 337 രൂപ ുള്ള കുർത്തക്കുണ്ട്. പിന്നെ ഇത് ഇനിയൊരു കളറിൽ കൂടെ അവൈലബിൾ ആണ്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തതൊരു ഡബിൾ ഷെയ്ഡ് അടിക്കുന്ന ഒരു കുർത്തയാണ്. പേർപ്പിൾ കളറിലാണ് കുർത്ത വരുന്നത്. പക്ഷെ ഇത് പേർപ്പിൾ ആൻഡ് പിങ്ക് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു കുർത്തയാണിത്. ഇത് നമ്മൾ തൊടുമ്പോൾ ഒരു കൊടത്തുണി പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ
നല്ലൊരു റിച്ച് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ആർട്ട് സിൽക്കിലാണ് ഈ ഒരു കുർത്ത വരുന്നത്. ഇതിലും യോക്കിൽ തന്നെയാണ് മെയിൻ വർക്ക് വരുന്നത്. സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സിൽവർ ഡീറ്റെയിലിംഗ് ആണ് കുർത്തയിലുള്ളത്. ബാക്കിയൊക്കെ സോളിഡ് പാറ്റേൺ ആണ്. ആൻഡ് ഇതിന് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് 239 രൂപയാണ്. 239 വേർത്താണ്. ഇനി ഇത് ചൂടുള്ള സമയത്ത്, അതായത് വേനൽക്കാലത്തൊക്കെ ഇടുകയാണെങ്കിൽ എന്തായാലും വേർക്കും. മഴക്കാലത്താണ് ഈ ഒരു കുർത്ത നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ലപോലെ തണുപ്പുള്ള സമയത്തും നിങ്ങൾക്ക് ഇടാൻ പറ്റും. എനിവേ ഒരു വേർത്ത് ആയിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ ഇത് ആ ഒരു റേറ്റിന്. അപ്പം ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക. ആൻഡ് ഇത് XXL വരെ അവൈലബിൾ ആണ്. അടുത്തത് നല്ലൊരു മോഫ് ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തയാണ്. ഇതാണ് കുർത്ത. ഇതിലും യോക്ക് തന്നെയാണ് മെയിൻ വർക്ക് ഉള്ളത്. എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഒരു കോപ്പർ ഷെയ്ഡിലാണ് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ കുഞ്ഞി കുഞ്ഞി പൂക്കളുടെ ഒക്കെ വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. 3/4 സ്ലീവ്സിലാണ് കുർത്ത വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഷോർട്ട് സ്ലീവാണുള്ളത്. അതായത് കൈമുട്ടിന് ശേഷം കുറച്ചൊരു നീളം വരും. പിന്നെ ലെങ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സ്ട്രേറ്റ് കുർത്തിയാണ്. ഞാൻ ഇനി എങ്ങാനും ടൈറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു സൈസ് അപ്പാണ് ഓർഡർ ചെയ്തത്. നിങ്ങളുടെ യൂഷ്വൽ സൈസ് ഓർഡർ ചെയ്താൽ മതി. സോ XL എനിക്ക് ലൂസാണ്. നിങ്ങൾക്ക് എൻ്റെ ട്രൈ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഹിപ്പിൻ്റെ ഒരു ഷേപ്പ് ഇതിലും എനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷേ ഇതിൻ്റെ കളർ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ ഫാബ്രിക് കോട്ടൺ ബ്ലെൻഡ് ആണ്. 256 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ആ ഒരു റേറ്റിന് എന്തായാലും വേർത്ത് ആണ്. ആ ഒരു റേറ്റിന് നിങ്ങൾ എന്ത് ക്വാളിറ്റി പ്രതീക്ഷിക്കും, ആ ഒരു ക്വാളിറ്റി ഈ ഒരു കുർത്തക്ക് ഉണ്ട്. ആൻഡ് ഇത് 5XL വരെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയില്ല ഈ ഒരു കുർത്തയാണ്. അടുത്തത് ഞാൻ 161 രൂപക്ക് വാങ്ങിയൊരു കുർത്തയാണ്. ഇതാണ് കുർത്ത. മെറൂണിൽ നല്ല ഗോൾഡൻ സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട്. ഇതിന് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് സൈസ് L ആണ്. സൈസ് ചാർട്ടൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ പണി പാളി. സൈസ് L എനിക്ക് നല്ല ടൈറ്റാണ്. അതുകൊണ്ട് 1-2 സൈസ് കൂട്ടി ഓർഡർ ചെയ്താലേ ശരിയാവും. പക്ഷേ ഈ ഒരു ഷോൾഡറിൻ്റെ ഒക്കെ ആ ഒരു മെഷർമെൻ്റ് ഇല്ല, അതൊക്കെ കറക്റ്റാണ്. ബാക്കിയൊക്കെ നല്ല ടൈറ്റാണ്. ആൻഡ് ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. ഇതും ഒരു കൊടത്തുണി പോലെയാണ് കാണാൻ. കാരണം ഇതും ആർട്ട് സിൽക്കിലാണ് വരുന്നത്. കാരണം ഇതിൻ്റെ റേറ്റ് 161 ഈ ഒരു കുർത്ത കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമാണ്. പിന്നെ വേനൽക്കാലത്തൊക്കെ ചൂടുകാലത്തൊക്കെ ഇടുകയാണെങ്കിൽ എന്തായാലും വേർക്കുന്ന ടൈപ്പ് കുർത്തിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്ട്രേറ്റ് കുർത്തിയാണ്. സൈഡ് സ്ലിറ്റൊക്കെ ആയിട്ട്. അപ്പോൾ 161 രൂപയ്ക്ക് കൊള്ളാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് എന്തോ ഒരു ശരിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ സൈസ് 1-2 കൂട്ടി മാത്രം വാങ്ങിക്കുക. പണ്ടൊക്കെ നമ്മൾ ഓണക്കോടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കളറ് ക്രീം കളറും ഓഫ് വൈറ്റൊക്കെയാണ്. ഇന്നതൊക്കെ മാറി. അപ്പോൾ അടുത്തത് ഒരു ക്രീം ബേജ് കളറിൽ വരുന്ന ഒരു കുർത്തയാണ്. നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണിത്. ബനാറസി സിൽക്കിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്ലീവ്ലെസ് ആണോ എന്ന്. സ്ലീവ്ലെസ് അല്ല, സ്ലീവ്സ് ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് 237 രൂപയാണ്. 237-ന് അടിപൊളിയാണ്. ടെസൽസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടി. ആൻഡ് ചാടിത്തുള്ളി ഞാൻ ഓർഡർ ചെയ്തത് XL സൈസാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങളുടെ റെഗുലർ സൈസ് അങ്ങ് ഓർഡർ ചെയ്താൽ മതി. ഞാനും ലാർജ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ XL ആണ് ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. 5XL വരെ അവൈലബിൾ ആണ്. എൻ്റെ ട്രൈ ഓണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ലൂസാണെന്ന്. 237-ന് വേർത്താണ് ഈ ഒരു കുർത്ത. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവർ ചെസ്റ്റ് വരെയുള്ള പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഏതായാലും അടിപൊളിയായി. പിന്നെ അത്യാവശ്യം ലെങ്ത് ഒക്കെയുള്ള സൈസ്ലെസ് ഒക്കെയുള്ള സ്ട്രേറ്റ് കുർത്തിയാണ്. അടുത്തതും നേരത്തെ കാണിച്ചത് പോലെയുള്ളൊരു കുർത്തിയാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈനിൽ വരുന്നതാണ് ഇത്. പക്ഷെ ഗ്രേ കളറിൽ വരുന്ന ബനാറസി സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണിത്. അപ്പം ഇതിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനും ടെസൽസ് ഒക്കെ ഉണ്ട് ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട്. സ്ട്രേറ്റ് കുർത്തിയാണ്. സൈഡ് സ്ലീവ്സ് ഉള്ള സ്ട്രേറ്റ് കുർത്തിയാണ്. ആൻഡ് ഇതൊരു ബ്രൊക്കേഡ് പാറ്റേണിൽ വരുന്നതാണ്. പിന്നെ ഇതും വേർക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ചൂട് സമയത്താണ്, നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു വേർക്കുന്നതാണ്. അല്ലാത്ത പക്ഷം മഴയൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് വേർക്കില്ല. പിന്നെ ചിലർക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ അവർക്ക് എന്തായാലും ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 238 രൂപയാണ്. ആ ഒരു റേറ്റിന് എന്തായാലും ഇത് വേർത്ത് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ.
ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെസ്റ്റ് പോർഷൻ വരെ ആ ഒരു ഇവർ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. ഇതും ഞാൻ എക്സൽ തന്നെയാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലൂസാണ്. അപ്പോൾ നിങ്ങളുടെ യൂഷ്വൽ സൈസ് എന്താണോ അത് ഓർഡർ ചെയ്താൽ മതി. ആൻഡ് ഇത് 5XL വരെ അവൈലബിൾ ആണ്. അപ്പോൾ 238 ഉണ്ട് കേട്ടോ, ആ ഒരു റേറ്റ് ഉണ്ട്. ഒരു 238 നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 400-450 നമ്മൾ എത്ര ക്വാളിറ്റി പ്രതീക്ഷിക്കും, ആ ഒരു ക്വാളിറ്റി ഈ ഒരു കുർത്തയ്ക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും ഇഷ്ടമായി. അടുത്തത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു കുർത്തയാണ്. നല്ല ഡാർക്ക് ഗ്രീനിലാണ് ഈ ഒരു കുർത്ത വന്നിരിക്കുന്നത്. ഇതിന് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇതൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. ഇതൊരു എംബെല്ലിഷ്ഡ് ഡിസൈനിലാണ് കുർത്ത വന്നിരിക്കുന്നത്. സീക്വൻസ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒക്കെ സ്ട്രൈപ്സ് ഡിസൈനിലാണ് ഇതുള്ളത്. റൗണ്ട് നെക്കാണ് ആൻഡ് സ്ലീവ്സ് വന്നിട്ട് 3/4 ആണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവാണ്. അതായത് നമ്മളിപ്പോൾ 3/4 എത്ര എക്സ്പെക്ട് ചെയ്യും ആ ഒരു ലെങ്ത് ഉണ്ട്. പിന്നെ സൈഡ് സ്ലിറ്റൊക്കെ ഉള്ള ഒരു സ്ട്രേറ്റ് കുർത്തിയാണ്. ഞാനിത് ലാർജ് ആണ് ഓർഡർ ചെയ്തത്. വേണമെങ്കിൽ എനിക്ക് XL ഓർഡർ ചെയ്യാമായിരുന്നു. കൂടുതൽ എന്താ പറയുക, കുറച്ചുകൂടെ ലൂസ് ഫിറ്റിൽ എനിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ, എനിക്കല്ല നിങ്ങൾക്ക് ലൂസ് ഫിറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒറിജിനൽ ആസ് യൂഷ്വൽ നിങ്ങളുടെ സൈസ് ഏത് സൈസിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യാറുള്ളത് അത് തന്നെ ഓർഡർ ചെയ്താൽ മതി. XXL വരെ ഈ ഒരു കുർത്ത അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 306 രൂപയ്ക്കാണ്. ഫാബ്രിക് റയോൺ ആണ്. 306-ന് വർത്ത് ആണ്. ആൻഡ് ഇതിൻ്റെ ട്രാൻസ്പാരൻസി നോക്കുവാണെങ്കിൽ ഇത്തിരി ട്രാൻസ്പാരൻ്റ് ആണ്. സീ ത്രൂ എക്സ്റേ പോലെയുള്ളൊരു കുർത്തിയല്ല. പക്ഷെ സ്ലിപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കുർത്തിയാണിത്. നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ്. നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ്. ഇതാണ് കുർത്ത. ഇതിലിങ്ങനെ ഒരു ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഈ ഒരു കുർത്തയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് സ്ലബ് കോട്ടണിൽ വരുന്ന കോട്ടൺ സ്ലബാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് 232 രൂപയാണ്. 232-ന് വേർത്താണ്. ഈ ഒരു കുർത്തനെ പറ്റിയിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലീവ് വന്നിട്ട് ഷോർട്ടാണ്, ഇങ്ങനെ റോളപ്പ് ആയിട്ടുള്ള സ്ലീവാണ്. സാധാരണ ഷർട്ട്സിനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെയാണ്. ആൻഡ് ഇതൊരു ലൈൻ മോഡലിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തത് XL ആണ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് മനസ്സിലാവും. എനിക്ക് നല്ല ലൂസാണ്, അതുകൊണ്ട് യൂഷ്വൽ സൈസ് ഓർഡർ ചെയ്താൽ മതി. ഇത് 4XL വരെ അവൈലബിൾ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങ് സീ ത്രൂ അല്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് സ്ലിപ്പ് വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ ഒരു ഇഷ്ടം. പിന്നെ അത്യാവശ്യം ലെങ്ത് അല്ല, കാഫ് ലെങ്ത്തോളം വരുന്ന ഒരു കുർത്തിയാണിത്. അതുപോലെ തന്നെ ബട്ടൺ ഡിസൈനൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഡൗൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് സ്ലിറ്റ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലുള്ള കുർത്ത എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കുർത്ത. അപ്പോൾ ഇത്രയും കുർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റുകളുടെ ഒക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഇത്രയും ലോങ് ആയിട്ട് വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോസും ഉണ്ടാവും. അപ്പോൾ അതും കാണാൻ മറക്കരുത്. സെപ്പറേറ്റ് ഓണം സീരീസിലെ ഷോർട്ട് വീഡിയോസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ. അതുവരേക്കും ബൈ.